നിങ്ങളുടെ വീട്ടിലുണ്ടോ ഗൈസ് എപ്പിക്കൊതിയൻ അല്ലെങ്കിൽ കൊതിച്ചി എന്ന് എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. എപ്പിക്കൊതിയനാണ് ഉള്ളത്, വേറെ ആരും എൻ്റെ പാച്ചുവാണ്. അപ്പോൾ കുറച്ച് വെള്ളം എടുക്കുക, അതിലോട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ശേഷം എന്താ എപ്പി പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര ടേസ്റ്റാണ്. ഉപ്പ് ചെറുതായിട്ട് ഇങ്ങനെ കൂടി നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്ത് വെച്ച് കൊടുത്താലും എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ ഉമ്മക്ക് ഇഷ്ടമില്ല. എൻ്റെ ഉമ്മ എപ്പോഴും പറയും ഉപ്പ് കൂടരുത് ശരീരത്തിൽ നല്ലതല്ല എന്ന്. പക്ഷേ ഞാൻ കേൾക്കത്തില്ല ഗൈസ്, എന്താണെന്ന് അറിയത്തില്ല, അതിനൊരു വീക്ക്നെസ് ആയി മാറി. അതിനുശേഷം നമ്മൾ കുറച്ച് ഓയിൽ തിളച്ച് വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് ഓയിൽ ഒഴിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ആ മസാല ഒന്ന് പൊട്ടിച്ച് ഇതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ മുട്ടയാട്ടോ ഇതിൽ ചേർക്കാൻ പോകുന്നത്. എനിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാട്ടോ ഇതിൽ ചേർക്കുന്നത്, അവനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുട്ട നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇതുപോലെ പൊട്ടിച്ച് വീത്തി കൊടുത്തേ. അങ്ങനെ തിളച്ച് നമ്മൾ വന്നതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചൂടോടെ തന്നെ സെർവ് ചെയ്ത് കഴിച്ചോട്ടോ. മോന് ഭയങ്കര ഇഷ്ടമായി. സത്യം എന്ന് പറഞ്ഞാൽ അവന് ഞാൻ എന്ത് വെച്ച് കൊടുത്താലും ഇഷ്ടമാണ്. അതങ്ങനെയാണല്ലോ, അമ്മ സ്നേഹം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ. എന്ന് ഓക്കെ ബൈ.